ആദരണീയനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മളെല്ലാവരുടെയും പ്രിയങ്കരനായ CMN ട്രസ്റ്റിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ശ്രീ പമ്പാവാസൻ നായർജി, ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ N. ശംസുദ്ദീൻ, ബഹുമാന്യയായ മന്ത്രി ശ്രീമതി തുളസി ടീച്ചർ, ബഹുമാനായ MLA എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ വിൻസൻ, അതേപോലെ പ്രിയപ്പെട്ട പ്രേംകുമാർ MLA, അതേപോലെ CMN ട്രസ്റ്റിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ പമ്പാവാസൻ നായർജിയുടെ ധർമ്മപത്നി ശ്രീമതി കലാദേവി, മക്കളായിട്ടുള്ള ഡോക്ടർ നമ്രത, ശ്രീ വിഷ്ണു, ഇവിടെ വേദിയിലിരിക്കുന്നതിനേക്കാൾ സമ്പന്നമാണ് സദസ്സ് എന്ന് ഞാൻ കരുതുകയാണ്. സദസ്സിൽ പേരെടുത്ത് പറയേണ്ട പല പ്രമുഖ വ്യക്തിത്വങ്ങളുമുണ്ട്. അതുകൊണ്ട് സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മളെല്ലാവരും ഇന്ന് ഒരു പുണ്യം നിറഞ്ഞ ഒരു ചടങ്ങിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. നമ്മുടെ CMN ട്രസ്റ്റിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പമ്പാവാസൻ നായർജിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും 5 വർഷത്തിനിടയിൽ 50 കുടുംബങ്ങൾക്കാണ് അന്തിയുറങ്ങാൻ ഒരു കൂരയൊരുക്കുന്നത്. അതിൻ്റെ താക്കോൽദാനവും MOU ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അവരേതായാലും പുണ്യാത്മാക്കളാണ്. കാരണം ഇതിലും പുണ്യം നിറഞ്ഞൊരു പ്രവർത്തനം വേറെ ഈ ഭൂമുഖത്ത് ചെയ്യാനില്ല. നിങ്ങളത് ഏറ്റുവാങ്ങിയ, ചാവി ഏറ്റുവാങ്ങിയിട്ടുള്ള, MOU ഏറ്റുവാങ്ങിയിട്ടുള്ള ആ കുടുംബങ്ങളെ കണ്ടാൽ ഇതിലും പുണ്യം നിറഞ്ഞൊരു പ്രവർത്തനം ഈ ഭൂമുഖത്ത് ചെയ്യാനില്ല എന്നുള്ളതാണ്. അവർ പുണ്യാത്മാക്കളാണ്. പക്ഷെ മാത്രമല്ല, ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ച ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിലും വലിയൊരു പുണ്യമാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തതിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പം നമ്മളും ധന്യരാണ്. അതാണ്, നമ്മളും ധന്യരാണ്. ഈ കുടുംബം മാത്രമല്ല, വേദിയും സദസ്സും നമുക്ക് ധന്യരാണ്. ഈ മഹാഭാരതം എഴുതിയ വ്യാസൻ എഴുതിയ മഹാഭാരതത്തിന്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചപ്പോ അതിൽ പറഞ്ഞിരിക്കുന്നത്, അഷ്ടദശ പുരാണത്താൽ വ്യാസൻ ചൊന്നതു രണ്ടുതാൻ, പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. ഈ മഹാഭാരതം എന്ന അതിബൃഹത്തായിട്ടുള്ള ഈ ഗ്രന്ഥത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. പരോപകാരമാണ് ഏറ്റവും പുണ്യം നിറഞ്ഞ പ്രവർത്തനം. അതാണ് CMN ട്രസ്റ്റ് ശ്രീ പമ്പാവാസൻ നായർജിയും അദ്ദേഹത്തിന്റെ കുടുംബവും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്ര വാക്കുകൾ കൊണ്ട് അഭിനന്ദിച്ചാൽ സാധിക്കില്ല. ഞങ്ങൾ ദൈവം അവർ വേണ്ടുന്ന അനുഗ്രഹം അവർക്ക് ചൊരിയും എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, ഞാൻ കഴിഞ്ഞ തവണയും ഈ ചടങ്ങിൽ പങ്കെടുത്തതാ. അദ്ദേഹം കൊടുത്തിട്ടുള്ള പല വീടുകളുടെ താക്കോൽദാന കർമ്മത്തിലും എനിക്കും പങ്കുചേരാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഈ ചടങ്ങും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും സമൂഹത്തിന് ഒരു മഹത്തരമായ സന്ദേശം നൽകുന്നുണ്ട്. നോക്കൂ, അദ്ദേഹം നേരത്തെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സ്വർഗീയ മാതാപിതാക്കളുടെ സ്മരണാർത്ഥമാണ് ഈ സേവന പ്രവർത്തനം, ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നത്. ഈ ബഹുമാന്യരായ ചന്ദ്രമ്മയും മാധവൻ നായരും അവർ മാതാപിതാക്കളാണ്. അവരുടെ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ചടങ്ങ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കൂ നിങ്ങൾ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ പോലും വിസ്മരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളടുത്തുള്ളത്. ജീവിച്ചിരിക്കുമ്പോൾ പോലും മാതാപിതാക്കളെ സ്മരിക്കാൻ തയ്യാറല്ലാത്തൊരു സമൂഹമാണ് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നത്. ആ സമയത്താണ് സ്വർഗസ്ഥയായ മാതാപിതാക്കളുടെ സ്മരണ നിലനിർത്താൻ ഈ സേവാ പ്രവർത്തനങ്ങൾ ഈ കുടുംബം നടത്തുന്നത്. മാത്രമല്ല, ഇതൊരു സന്ദേശം. എങ്ങനെയാണ് ജന്മം നൽകിയ മാതാപിതാക്കളുടെ സ്മരണ നിലനിർത്തേണ്ടത്?
ആ സ്മരണ നിലനിർത്തുന്നത് എങ്ങനെയാ? സൽക്കർമ്മം ചെയ്തുകൊണ്ടാണ്. സൽക്കർമ്മം ചെയ്തുകൊണ്ടാണ് ആ സ്മരണ നിലനിർത്തുന്നത്. അതുകൊണ്ട് ആ ചന്ദ്ര താരം ഈ കുടുംബത്തിന്റെ സ്മരണ, ഈ മാതാപിതാക്കളുടെ സ്മരണ നിലനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. മാത്രമല്ല, മറ്റൊരു പ്രത്യേകത, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? ഇപ്പൊ നമ്മുടെ നാട്ടില് ധാരാളം ധനികന്മാരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഭാരതീയ കാഴ്ചപ്പാടനുസരിച്ച് സാധാരണ പറയാറുണ്ട്, ശതഹസ്തേന സമാഹാര സഹസ്രഹസ്തേന വികിര എന്നുള്ളത്. നമ്മുടെ ഭാരതീയ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുനിവര്യന്മാര് നൽകിയിട്ടുള്ള മഹത്തരമായ സന്ദേശം അതെന്താ? ശതഹസ്തേന സമാഹാര, നിങ്ങൾ 100 കൈകൾ കൊണ്ട് സമ്പാദിക്കുക, എന്നിട്ടോ സഹസ്രഹസ്തേന വികിര, നിങ്ങൾ 1000 കൈകൾ കൊണ്ട് സമൂഹത്തിന് തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇതൊരു പക്ഷേ അപ്രായോഗികമാണ്, അസംഭവ്യമാണ് എന്നൊക്കെ പലരും കരുതിയേക്കാം. പക്ഷേ ഇത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ മഹാത്മാവാണ് ശ്രീ പമ്പാഭാസൻ നായർജി എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നന്മ നിറഞ്ഞ വ്യക്തിത്വങ്ങൾ, കുടുംബങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ അന്ധകാരം, പല രീതിയിലെയും അന്ധകാരങ്ങൾ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ മുകളിൽ ഉണ്ടെങ്കിലും ഇവിടെയൊക്കെ മിന്നാമിനുങ്ങിന്റെ വെളിച്ചം പോലെ ഇതുപോലെയുള്ള നന്മയുടെ സ്രോതസ്സുകൾ ഉണ്ട്. അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം. ഇതുപോലത്തെ ആളുകൾ അവിടെ ഇനിയും ഇതുപോലെ സംരംഭങ്ങൾ ചെയ്യാൻ അവർക്ക് പ്രേരണയും പ്രചോദനമാവാൻ സമൂഹം തയ്യാറാകണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി അവർക്ക് വേണമെങ്കിൽ ജീവിക്കാം. നല്ലോണം ജീവിക്കാനുള്ള എല്ലാം കഠിനാധ്വാനത്തിലൂടെ പമ്പാഭാസൻ നായർജി ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, സ്വാത്വികരായിട്ടുള്ള ആളുകൾ. ഈ സ്വാത്വികരായിട്ടുള്ള ആളുകളെ കുറിച്ച് ഭഗവത്ഗീത പറയുന്നത് ശൂന്യതയിൽ നിന്നും അത്ഭുതം സൃഷ്ടിക്കുന്നതാണ്. നമ്മുടെ ആധ്യാത്മിക ആചാര്യനായിട്ടുള്ള ശ്രീ നരേന്ദ്രജി ആചാര്യൻ അവിടെ ഉണ്ട്. നമ്മുടെ ശൂന്യതയിൽ നിന്നും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ശ്രീ പമ്പാഭാസൻ നായർജി. തന്റെ തപസ്, നമ്മുടെ കഠിനാധ്വാനം, അതിലൂടെയാണ് അദ്ദേഹം ഈ പ്രവാസി എന്ന നിലയ്ക്ക് വ്യാവസായിക, വാണിജ്യ, വ്യാപാര മേഖലകളിലൊക്കെ തൻ്റെതായ ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് ഒരു ഭാഗമാണ് പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു ഔദാര്യമാണ് എന്ന ഭാവത്തിലല്ല അദ്ദേഹം ഈ പ്രവർത്തനം നടത്തുന്നത്. മറിച്ച് ഇത് ഞാൻ നടത്തേണ്ട ധർമ്മമാണ്. അതായത് പ്രതിഫലം ഇച്ഛിക്കാതെ ചെയ്യുന്ന സേവനത്തിനാണ് പ്രിയമുള്ളവരെ യജ്ഞം എന്ന് പറയുന്നത്. അതുകൊണ്ട് യജ്ഞതുല്യമായ ഒരു സമർപ്പിതമായ ജീവിതമാണ് ശ്രീ പമ്പാഭാസൻ നായർജിയുടേതെന്ന് എനിക്ക് ഇവിടെ ഓർമ്മപ്പെടുത്താൻ, നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ ഈ ചടങ്ങിൽ ഒരുപാട് സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ അദ്ദേഹത്തിന് ഈ പാവങ്ങളെ സഹായിക്കാൻ എങ്ങനെയാ പ്രേരണ നൽകിയത്? ഞാൻ സൂചിപ്പിച്ചു, അദ്ദേഹം ഔദാര്യമായിട്ടല്ല, തൻ്റെ ധർമ്മമാണ് ഈ സഹായം എന്ന അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് നടത്തുന്നത്. അതായത് ഭാരതീയ കാഴ്ചപ്പാടനുസരിച്ച് എല്ലാവരിലും ഒരേ ചൈതന്യമാണ് കുടികൊള്ളുന്നത് എന്ന കാഴ്ചപ്പാടാണ് നമുക്കുള്ളത് ഭാരതത്തിന്. ഈ കൊടുത്തിട്ടുള്ള 10, 30, 40, 50 പേരുണ്ടല്ലോ, അവരിൽ ഈശ്വരനെ കണ്ടുകൊണ്ട് ഈശ്വരൻ നൽകുന്ന അർച്ചനയായിട്ടാണ് അദ്ദേഹം ഈ വീടുകൾ എല്ലാവർക്കും നിർമ്മിച്ചു കൊടുക്കുന്നത്. അതായത് നമ്മുടെ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ മാനവ സേവ, മാധവ സേവ, പാവങ്ങളെ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ മാധവ സേവ, ഈശ്വരാർച്ചന എന്ന് അദ്ദേഹം സ്വജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇത് മറ്റുള്ളവർക്കും ഒരു മാതൃകയാണ്. ഇപ്പൊ നമുക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും തൻ്റെ സഹജീവികൾക്ക്, അടുത്ത വീട്ടുകാർക്ക്, അതിനടുത്ത വീട്ടുകാർക്ക്, ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് ചെയ്യണം. അന്യജീവൻ ഉതകിസ്വ ജീവിതം ധന്യമാക്കും അബലേ വിവേകൽ എന്ന് കവി പാടിയിട്ടുണ്ട്. അതാണ് ഇതുപോലത്തെ മഹാത്മാക്കളെ ഈ പ്രാവർത്തികമാക്കുന്നത്. ഒരു കാര്യം മറ്റൊരു സന്ദേശം എന്താണെന്നറിയോ?
അദ്ദേഹത്തിന് ഈ പ്രേരണ ലഭിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ വന്ധ്യമാതാവ്, വന്ധ്യപിതാവ്, ഈ രണ്ടു പേരും പാവങ്ങളെ സഹായിക്കുകയായിരുന്നു. അവരമ്മമാരുടെയും അമ്മയുടെയും അച്ഛന്റെയും മാതാപിതാക്കളുടെ ഈ സേവാഭാവം ഈ സേവാഭാവം കണ്ടിട്ടാണ് അദ്ദേഹം വളർന്നത്. അതാണ് അദ്ദേഹത്തിനും ഈ ഒരു സേവാ പ്രവർത്തനവും സമാജ സേവ ചെയ്യാൻ അദ്ദേഹത്തിനും പ്രേരണയായത്. ഇപ്പൊ നോക്കൂ, ഈ അച്ഛനമ്മമാരുടെ ശ്രീമതി പമ്പവാസൻ നായർജിയും അദ്ദേഹത്തിന്റെ ധർമ്മപത്നി ശ്രീമതി കലാദേവിയും അവർ രണ്ടുപേരും ചേർന്നുകൊണ്ടാണ് ഈ നടത്തുന്നത്. കാരണം പമ്പവാസൻ നായർജിക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഭാരതത്തിന്റെ സങ്കല്പം അനുസരിച്ച് അർദ്ധനാരീശ്വര സങ്കല്പ ഭാര്യ പകുതിയാണ്. അവരുടെ പ്രേരണ, അവരുടെ പ്രചോദനം, അവരുടെ സഹായം, സഹകരണം, ഇതെല്ലാം കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ജീവകാരുണ്യ സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചത്. പക്ഷേ ഈ അച്ഛനമ്മമാരിത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നാലെ വരുന്ന രണ്ടുപേരുണ്ട്, ഡോക്ടർ നമ്രതയും ഡോക്ടർ വിഷ്ണുവും. അവരും ഇതേ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ചെറിയ രീതിയിലായാലും പങ്കാളികളാവുകയാണ്. നാം നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനമാണ് നമ്മളെ മക്കളും കാണുന്നത്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ നമ്മുടെ മക്കളും ചെയ്യും. അപ്പൊ അന്യരെ സേവിക്കുക എന്നുള്ള ഈ മാതാപിതാക്കളുടെ അതേ പ്രവർത്തനം ഡോക്ടർ നമ്രതയും വിഷ്ണുവും ചെയ്യുന്നു. കാരണം നോക്കൂ, നിങ്ങൾ ആ കൊറോണ കാലത്ത് അവർക്ക് കിട്ടിയത് 48,000 രൂപയാണ്. പക്ഷെ ആ 48,000 രൂപ ഈ കുഞ്ഞുനാളില് അവർ കൊറോണ രോഗികൾക്ക് സംഭാവന ചെയ്യാൻ തയ്യാറായി എന്നുള്ളത് ഈ മാതാപിതാക്കളുടെ മാതൃകാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. ഇത് എനിക്കും നിങ്ങൾക്കും മാതൃകയാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അതിൻ്റെ പിന്മുറക്കാരായി നമ്മളെ മക്കളും വരും. ഇത് സമൂഹത്തില് വ്യാപകമാവേണ്ടതാണ്. ഇത് ഒറ്റപ്പെട്ടതാണ്. ഇത് മാതൃകയാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ പരിപാടി വളരെ പുണ്യം നിറഞ്ഞ പരിപാടിയാണ്, മാതൃകാപരമായ പരിപാടിയാണ്, ഒരുപാട് സന്ദേശം സമൂഹത്തിന് നൽകുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ഇനിയും എത്രയോ കുടുംബങ്ങൾക്ക് സഹായം നൽകാൻ ഈ കുടുംബങ്ങൾക്ക് കഴിയുമാറാകട്ടെ. സർവേശ്വരനായ ജഗദീശ്വരൻ അവർക്ക് അതിനു വേണ്ട എല്ലാ കഴിവുകളും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു അവസരം നൽകിയിട്ടുള്ള ഇവിടെ ചടങ്ങിൽ വരാനും 2 വാക്ക് സംസാരിക്കാനും അവസരം നൽകിയിട്ടുള്ള ശ്രീ പമ്പവാസൻ നായർജിയെയും കുടുംബത്തെയും അവരോടുള്ള നന്ദി ഈ അവസരം പ്രകടിപ്പിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഈ പമ്പവാസൻ നായർജിയുടെ കുടുംബം എൻ്റെ ഒരു കുടുംബമാണ്. ഞാൻ ആ കുടുംബത്തിലെ ഒരംഗമാണ് എന്ന നിലയിലാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുത്തത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടല്ല, ആ കുടുംബത്തിലെ അംഗമായിട്ടാണ് ഞാനിതിൽ പങ്കെടുത്തത്. അതുകൊണ്ട് ഈ കുടുംബത്തിന് സർവേശ്വരനായ ജഗദീശ്വരൻ എല്ലാ കഴിവുകളും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം.